ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങോട്ടുള്ള ഹോട്ടലിൽ അധികവും ഇതുപോലുള്ള ഗ്ലാസ്സുകളിലാണ് ചായ കൊടുക്കുന്നത്. ഞങ്ങളങ്ങനെ രാവിലത്തെ ചായയും കുടിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അടുത്ത സംസ്ഥാനമായ ആസാമിലേക്കാണ്. ഇന്ന് വൈകുന്നേരത്തോടെ എത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വെസ്റ്റ് ബംഗാളിലെ ഫറാക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെയാണ് ഇന്നത്തെ താമസം ഞങ്ങൾക്ക് റെഡി ആയിട്ടുള്ളത്. നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ പാൾസി യുദ്ധം, പണ്ട് പാൾസി യുദ്ധം നടന്നിട്ടുണ്ടല്ലോ, നമ്മൾ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് നടന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു സ്മാരകം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പോകാം എന്ന് വെച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. ചെറിയൊരു ഇടുങ്ങിയൊരു വഴിയിലൂടെ ഞങ്ങളിങ്ങനെ ഒരു സ്മാരകം കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചരിത്ര സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലെ നാദിയ ജില്ലയിലെ ഭാഗീരഥി നദിയുടെ തീരത്തിനടുത്തുള്ള പലാശി എന്ന ഗ്രാമത്തിലാണ്. കൊൽക്കത്തയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ കൂടുതലുണ്ട് ഇവിടേക്ക് വരാൻ. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം 1757 ജൂൺ 23 ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമായിരുന്നു പാൾസി യുദ്ധം. സിറാജ് ഉദ് ദൗലയും അതേപോലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള പോരാട്ടം. ബ്രിട്ടീഷുകാർ ഈ യുദ്ധം ജയിച്ചത് സൈനിക ബലം കൊണ്ടായിരുന്നില്ല, മറിച്ച് വഞ്ചനയിലൂടെയായിരുന്നു. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനെ തങ്ങളുടെ പക്കലെത്തിച്ചുകൊണ്ട് അങ്ങനെ ആ യുദ്ധത്തിൽ ചതിച്ചിട്ടാണ് രാജാവിനെ കൊല്ലുന്നത്. പാടം നിറയെ കടുക് കൃഷിയാണ്. ഈ കാണുന്ന കടുകാണ് കടുക്. ഞങ്ങളങ്ങനെ പാൾസി സ്മാരകം കണ്ട് വന്ന വഴിയെ തന്നെ തിരിച്ച് ഇങ്ങനെ പോവുകയാണ് മെയിൻ റോഡിലേക്ക്. പാൾസി യുദ്ധം നടന്ന സ്ഥലമാണത്. ബ്രിട്ടീഷുകാർ ചതിയിലൂടെ കൊന്ന രാജാവിൻ്റെ ഒരു ശില്പമുണ്ട് ഇവിടെ കാണാനുള്ളതൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. യാത്ര തുടരുകയാണ്. ഭക്ഷണം കഴിക്കണം. സമയം ഏകദേശം 2 മണി കഴിഞ്ഞു. ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് ബിരിയാണി വാങ്ങിയിരുന്നു. വെസ്റ്റ് ബംഗാളിലെ ഒരു പ്രശസ്തമായ ബിരിയാണിയാണ് ഞങ്ങൾ വാങ്ങിയത്. നല്ല പാക്കിങ്ങും കവറിങ്ങൊക്കെയാണ്. സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ. ബിരിയാണി പ്ലേറ്റിലിട്ടൊരു കഴിക്കാന്ന് വെച്ചു. അങ്ങനെ ബിരിയാണി പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കുകയാണ്. ഇതിൽ വലിയൊരു ഉരുളക്കിഴങ്ങ ചിക്കൻ എടുത്താ ഒരു ചിക്കൻ്റെ പീസ് ഉണ്ട്. ചിക്കൻ ബിരിയാണി വലിയൊരു ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നല്ലൊരു ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ്. അതെ ആ നല്ലൊരു മന്തി ടേസ്റ്റ്. ഒരു ഓട്ടം In 200 meters, turn left toward National Highway 12. ചെറിയ ഓട്ടമാണ് സംഭവം അല്ലേ? അതിന് വീതിയില്ല. കവാടം മാത്രമേ ഇട്ടാക്കിയിട്ടല്ലേ. Turn left toward National Highway 12, then turn left onto National Highway 12. കച്ചി അടുക്കി വെച്ചിരിക്കുന്ന സ്റ്റൈലാണ്. ഞങ്ങളങ്ങനെ രാത്രിയോടുകൂടി ഫറാക്കയിലെത്തി. നമ്മുടെ താമസ സ്ഥലമായ കൊൽക്കത്ത മലയാളി അസോസിയേഷൻ ദമ്പതികളായ ഗീത, സുധൻ, അവരുടെ മകള് ആതിര ഇവിടെ ഫറാക്ക ഡാം ജല അതോറിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആതിരയാണ് ഞങ്ങൾക്ക് വേണ്ട താമസ സൗകര്യം ഒരുക്കിയത്. വളരെ പഴയൊരു ബിൽഡിങ്. സൂരജ് ഇവിടെ എക്സസൈസ് ചെയ്യുന്നു. ആതിര ഞങ്ങളെയും കൂട്ടി ഡാമിൻ്റെ പരിസരത്തുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയതാണ്. അവളുടെ ഒരു സമ്മാനമായി അസോസിയേഷന് ഞാൻ എഴുതിയൊരു പുസ്തകം സമ്മാനിച്ചു. രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആതിര ഒരുക്കിയിരുന്നു. ഞങ്ങളങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി
ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം സിലിഗുരിയാണ്. വൈകുന്നേരത്തോടെ സിലിഗുരി എത്താമെന്ന് വിചാരിക്കുന്നു. ഞാൻ എഴുതിയ പുസ്തകം ആതിരയ്ക്ക് സമ്മാനമായി നൽകി. നമ്മളിരുന്ന് ഫറാക്കയിൽ നിന്ന് ഇനി സിലിഗുരിക്ക് പോവാണ്. നമുക്ക് വേണ്ട റൂമും കാര്യങ്ങളൊക്കെ രാവിലെ ഇറങ്ങണം ചോദിച്ചാൽ രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല, തണുപ്പ് കാരണം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് റെഡിയാവാനായിട്ട് പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. ആതിരയോടും സുഹൃത്തുക്കളോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഇത് ഗംഗാ നദിയാണ്. ഈ നദിക്ക് കുറുകെയാണ് ഡാം പണിതിരിക്കുന്നത്. ഇവിടുന്നാണ് കൊൽക്കട്ടയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. കൊൽക്കട്ടയിലേക്ക് വലിയൊരു കനാൽ നിർമ്മിച്ച് അതുവഴിയാണ് വെള്ളം കൊണ്ടുപോകുന്നത്. ഈ ഗംഗാ നദിയുടെ പരിസരം നല്ല രസമാണ് കാണാനും, ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാനൊക്കെ. ഇവിടെ കുറച്ച് കാണാനൊക്കെ ഉണ്ട്. രാവിലെ കുറച്ച് നേരം ഞാൻ ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനന്ന് ഡ്രൈവിംഗ് സീറ്റിൽ. ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇരുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് വെച്ച് ഇവിടെ നിന്നതാണ്. മനു ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഒരുക്കിയെടുക്കുന്നു. മുട്ടയും വെജിറ്റബിളും. പെട്ടല്ലേ നിന്റെ കയ്യിൽ തന്നേക്കൂ. വേണ്ട രണ്ട് മുട്ട കഴിച്ചില്ല, അതിന് മതി. വണ്ടി തയ്യാറാക്കാം. ഇവിടെ ഇറങ്ങി കഴിക്കായിരുന്നു കേട്ടോ. വണ്ടി ഞങ്ങളങ്ങനെ ഗംഗാ നദീ തീരത്തേക്ക് ഇറക്കുകയാണ്. അങ്ങോട്ടേക്ക് വണ്ടി ഇറങ്ങിപ്പോവാൻ വഴിയുണ്ട്. അവിടെ ഒരുപാട് പേര് വണ്ടിയൊക്കെ കാണാം. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് വണ്ടി ഇറക്കുകയാണ്. ഇവിടെ നല്ല സ്ഥലമായിരുന്നു കേട്ടോ. നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഡാം കണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതേസമയം ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു വലിയ ജലസംഭരണിയാണിത്. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ഫറാക്ക ബാരേജ്. ഇത് സാധാരണ അർത്ഥത്തിലുള്ള ഒരു വലിയ ഡാമല്ല, മറിച്ച് ഗംഗാ നദിയിലെ ജലനിരപ്പ് നിയന്ത്രിക്കാനും തിരിച്ചുവിടാനുമായി നിർമ്മിച്ച ഒരു ബാരേജാണ്. ഇതിൻ്റെ ചരിത്രവും നിർമ്മാണ പശ്ചാത്തലവും ബ്രിട്ടീഷ് ഭരണകാല സമയത്ത് തന്നെ കൊൽക്കത്തയിലൊക്കെ ഭയങ്കര ശുദ്ധജല ലഭ്യതയുടെ കുറവും രൂക്ഷമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുപോലെ കൊൽക്കത്ത തുറമുഖത്തിൻ്റെ നിലനിൽപ്പിനായി ഗംഗാ നദിയിൽ ഒരു ബാരേജ് വേണമെന്ന് ആ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ അവർ ഉന്നയിച്ചിരുന്നു. ആ കാണുന്നതാണ് പഴയതൊരു ജങ്കാർ. ഗംഗാ നദിക്ക് കുറുകെയുള്ള ഡാം. നേരത്തെ തിരിഞ്ഞടിക്കുന്നുണ്ട്. നേരത്തെ എൻ്റെ കാട്ടിനുള്ളിൽ അവനെടുത്തു. അവനോടെ പോയോ? കയറിപ്പോയോ? ഞങ്ങൾക്കിന്ന് സിലിഗുരി എത്തണം. അതുകൊണ്ട് ഇവിടെ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല.
1961 നെഹ്റു സർക്കാരിൻ്റെ കാലത്താണ് ഫറാക്ക ബാരേജിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. പൂർത്തീകരിക്കുന്നത് 1975. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ഏകദേശം 2.24 കിലോമീറ്റർ നീളമുള്ള ഈ ബാരേജിന് 109 ഗേറ്റുകളുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം കൊൽക്കത്ത തുറമുഖത്തിൻ്റെ സംരക്ഷണമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഗംഗാ നദിയുടെ ഒരു പ്രധാന കൈവഴിയായ ഭാഗീരഥി ഹൂഗ്ലി നദിയിലാണ് കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കാലക്രമേണ ഗംഗയിലെ പ്രധാന ജലപ്രവാഹം ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നു. അതായത് പത്മ നദിയിലൂടെ ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഹൂഗ്ലി നദിയിലെ വെള്ളം കുറയുകയും അവിടെ ഭയങ്കരമായിട്ട് ചെളി അടിഞ്ഞുകൂടാൻ തുടങ്ങുകയും ചെയ്തു. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഫറാക്കയിൽ ഒരു തടയണ നിർമ്മിച്ച് എവിടെയുള്ള ഒരു ഫിൽട്ടർ, അതായത് കനാൽ വഴി ഗംഗയിലെ വെള്ളം ഹൂഗ്ലി നദിയിലേക്ക് തിരിച്ചുവിട്ട് ഇത് കൊൽക്കത്ത തുറമുഖത്തെ ചെളിയടിഞ്ഞ് നശിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ സഹായിച്ചു. അതുപോലെ തർക്കങ്ങളും അന്താരാഷ്ട്ര പ്രശ്നങ്ങളും ഫറാക്ക ബാരേജ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഉണ്ടായിരുന്നു. വലിയൊരു തർക്ക വിഷയമാണ്. ബംഗ്ലാദേശിൻ്റെ ആശങ്കകൾ വേനൽക്കാലത്ത് ഫറാക്കയിലൂടെ ഇന്ത്യ കൂടുതൽ വെള്ളം തിരിച്ചുവിടുമ്പോൾ ബംഗ്ലാദേശിലെ പത്മ നദിയിൽ വെള്ളം കുറയുകയും ഇത് അവിടെ കനത്ത വരൾച്ചയ്ക്കും കൃഷിനാശത്തിനും കാരണമാകുന്നുവെന്ന് അവർ പറയുന്നു. എന്നാൽ മഴക്കാലത്ത് വലിയ തോതിൽ വെള്ളം തുറന്നു വിടുന്നത് ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കത്തിന് കാരണമാവുകയും എന്നും പരാതി അവർ പറയുന്നു. ഇത് 2 കിലോമീറ്റർ കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഷട്ടറൊക്കെ കണ്ടോ? ഈ ബാരേജിൻ്റെ ഡാമിൻ്റെ ഷട്ടർ പൊക്കി വെച്ചിരിക്കുന്നുണ്ട്. വന്ദേ ഭാരത് പോവുകയാണ്. റെയിൽവേ ലൈനും റോഡും അടുത്തടുത്താണ്. ചെറിയ റോഡാണ്, അതുകൊണ്ട് എല്ലാ വണ്ടികളെയും ഒന്നിച്ച് അങ്ങോട്ട് കടത്തി വിടുന്നില്ല. കുറച്ച് വണ്ടികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കടത്തി വിടുന്നുള്ളൂ. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ. ഡാമിൻ്റെ ഷട്ടറുകൾ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? ചിലത് പൊക്കി വെച്ചിരിക്കുന്നു. ഇവിടെ താഴ്ത്തിയിരിക്കുന്നു, കണ്ടില്ലേ? താഴ്ത്തി വെച്ചിരിക്കുന്നു. ഞാൻ എടുക്കുന്നുണ്ട്. പുറത്തന്നെ ഉള്ളത്. ഇങ്ങോട്ട് വന്ദേ ഭാരത്. ആരാ ഡ്രൈവർ?
പാലത്തിൻ്റെ മുകളിൽ ഒരു ചെറിയ ട്രാഫിക് ബ്ലോക്ക്. അത് ചീട്ടിങ്ങിയ സ്ഥലമാണ്, അതുകൊണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പോയിട്ടും മറുകര എത്തുന്നില്ല. എത്ര സമയം ഇങ്ങനെ ഈ തടയണേനെ മുകളിൽ തന്നെ ഇങ്ങനെ പോകുന്നു. അറിയില്ല. ഫുൾ ബ്ലോക്ക്. ക്ലച്ച് താങ്ങി എൻ്റെ കയ്യിലെ പരിപ്പിളക്കി. ഈ ബ്രേക്കും ക്ലച്ചും ഒരേ കയ്യിലായതുകൊണ്ട് എൻ്റെ പ്രശ്നമാണ്. ഈ ബ്ലോക്കിലൊക്കെ പെടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളിങ്ങോട്ട് സിലിഗുരി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ തേയിലത്തോട്ടം, നമ്മളെപ്പോലെ ഇങ്ങനെ കുന്നല്ല, പരന്ന നിരപ്പായ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാം. സമയം 5:30 ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ നേരം ഇരുട്ടി തുടങ്ങി. യാത്രയിലെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.